പങ്കജം പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ പോയിട്ട് കഴിച്ചോ. പിന്നെ എന്നെ കൊണ്ട് പറ്റില്ല ഇതൊന്നും ചെയ്യാൻ. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനേ മോനോടൊരു വേലക്കാരി വെക്കാൻ പറയും. വലിയ ഡോക്ടറല്ലേ. പിന്നെ നിനക്ക് എന്താ മോളെ ഇവിടെ പണി? ഇത് തള്ളേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. വയസ്സായാലേ ഒരു മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. മോളെ നിനക്കും വയസ്സാവും, അത് നീ മറക്കണ്ട. ഈ നാശം പിടിച്ച തള്ള കാരണം ഒരു ഷോപ്പിങ്ങിനോ ഒന്ന് ബ്യൂട്ടി പാർലർ പോകാനോ ഒന്നിനും പറ്റുന്നില്ല. കഷ്ടം അത്. ഒന്ന് മിണ്ടാണ്ടിക്കമ്മേ, എനിക്ക് പഠിക്കണം. നീ അപ്പുറത്തെങ്ങാനും പോയി പഠിപ്പിക്കും. നീ എന്നെ പഠിക്കാൻ പറ്റാ. എപ്പോ നോക്കിയാലും അമ്മയ്ക്ക് വഴക്കൂടെ. ഫ്രണ്ട് എന്റെ ഒന്ന് മേടിക്കട്ടെ. നീ എന്താ മോളെ ഇത്? ആ തള്ളയാണ് ഇന്ന് ഞാൻ. പണ്ടാറ തള്ള, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. പ്രമീളെ, നീ എന്താ ഈ കാണിക്കുന്നത്? ഇതെന്റെ അമ്മയാണ്, വയസ്സായ ആളല്ലേ. അമ്മ സതിച്ചേട്ടാ, ഈ തള്ളയുടെ കൂടെ താമസിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്താ അമ്മ ഇത്? എനിക്ക് ഒരു മനസ്സമാനവും തരൂല്ലേ? ഹോസ്പിറ്റലിൽ പോയാലും ടെൻഷൻ, വീട്ടിൽ വന്നാലും ടെൻഷൻ. മോനെ അമ്മ ഒന്നും ചെയ്തിട്ടില്ലടാ. അയ്യോ, ഒന്നും ചെയ്തിട്ടില്ല. പാവൻ ചക്കര. വയസ്സായാലെന്താ, നാക്കിന് നല്ല നീളമുണ്ട്. പ്രമീളെ, ദേ മനുഷ്യ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോകും. അതാ നല്ലത്. നിങ്ങൾ മിണ്ടരുത്. ദേ, ഞാനൊരു കാര്യം പറയാം. അമ്മേ, ഏ അമ്മ വേഗം റെഡിയാകും, നമുക്കൊരു സ്ഥലം വരെ പോകണം. എവിടേക്കാ മോനെ? അമ്മേ, നമ്മളൊരു യാത്ര പോവുകയാണ്, കുറച്ചു ദിവസം കഴിഞ്ഞേ വരൂ. അമ്മയുടെ സാധനങ്ങൾ എന്താ വെച്ചാ എടുത്തു വെച്ചോളൂ. അച്ഛൻ നമ്മൾ ടൂർ പോവാണോ? ഞാനും വരുന്നുണ്ട്. മുത്തശ്ശി വാ. നോ പ്രോബ്ലം. നിങ്ങളെ അമ്മക്കൊരു കുറവുണ്ടാവില്ല, ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഓക്കെ സർ, അറിയാം. എന്നാ അമ്മയെ വിളിക്കല്ലേ. അമ്മ, ഇതൊരു സ്നേഹ വീടാണ്. അമ്മക്കിവിടെ ഒരു കുറവും ഉണ്ടാവില്ല. ഓ, അപ്പൊ നീ അമ്മയെ ഒഴിവാക്കണല്ലേ? എനിക്കും കുറച്ച് മനസമാധാനം വേണം. അമ്മ വീട്ടിൽ നിന്ന ദിവസവും പ്രശ്നമാണ്. അമ്മയ്ക്ക് ഒരു കുഴപ്പം ഇവിടെ ഉണ്ടാവില്ല അമ്മേ, ഞാനിടയ്ക്ക് വരാം. ശരി മോനെ, എന്റെ കുട്ടിക്ക് സമാധാനം കിട്ടുമെങ്കിൽ ഞാനിവിടെ നിൽക്കാം. മോളെ മാറി നിൽക്ക്. മുത്തശ്ശി പോട്ടെ. കരയല്ലേ നീ, കരയല്ലേ. പോണ്ട മുത്തശ്ശി.
കരയാതിരിക്കൂ അമ്മേ. നമ്മൾ മക്കളെ എത്ര സ്നേഹിച്ചാലും വയസ്സാവുമ്പോൾ അവർക്ക് നമ്മളെ വേണ്ട. വയസ്സാവുമ്പോൾ അവരും ഇവിടെ വരും. എന്നാലും എൻ്റെ മോനെ എന്നോട് സ്നേഹമില്ലെങ്കിലും അവനെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും? എല്ലാം ശരിയാവും കുറച്ച് കഴിയുമ്പോൾ. നിങ്ങളെപ്പോലെ എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ മോൻ എഞ്ചിനീയറാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം? അവന് സമയമില്ല എന്നെ നോക്കാൻ. പണത്തിന് പിന്നാലെ ഓടുക. ഇറങ്ങച്ചാ. അച്ഛാ ക്ഷമിക്കണം അച്ഛാ. അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായാൽ എനിക്ക് ജനങ്ങളെ സേവിക്കാൻ കഴിയില്ല അച്ഛാ. അച്ഛനെ നോക്കാൻ, അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് സമയമില്ല അച്ഛാ. എന്താ അച്ഛാ? സ്വന്തം അച്ഛനെ നോക്കാത്ത നീയാണോ ജനങ്ങളെ സേവിക്കാൻ പോണത്? കൊള്ളാം മോനെ, സന്തോഷായി. അച്ഛൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോ അച്ഛാ. അതല്ല സാറേ, എൻ്റെ അച്ഛനെ കൊണ്ടുപോയിക്കോ. എൻ്റെ അച്ഛനെ പൊന്നുപോലെ നോക്കണം. വരൂ സാർ. സാർ മിനിസ്റ്ററാണ്. ആ ഹലോ, പറയൂ സാറേ. ഞാൻ പോയിക്കൊണ്ട് സാറേ. അച്ഛൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത്? സാറിൻ്റെ അച്ഛൻ്റെ പറഞ്ഞാൽ എൻ്റെ കൂടെ അച്ഛനാണ് സാർ. ഓക്കെ നോക്കിക്കൊണ്ട് ഞാൻ സാർ. ഓക്കെ.
നീയുണ്ട്. ഇത് വെച്ചോ. എന്നാ ശരി. സാറേ, ട്രോളി നിരോധനം വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അന്ന് തരാത്ത കാശ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ട സാറേ. ഇത് വെച്ചോ സാറേ. ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല സാറേ. നമ്മുടെ നാട്ടിലെ മഹാദുരന്തം അത് ഞങ്ങൾക്ക് കണ്ടില്ലെന്ന് വെക്കാൻ കഴിഞ്ഞില്ല സാറേ. വേണ്ട, വെച്ചോ സാറിന് വെച്ചോ. ഇനി ജനസേവനം കുറച്ച് ഇവിടെ ആയാലോ? പൊന്നുമോള് വന്നു. മുത്തശ്ശി ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അച്ഛനും അമ്മയും പറഞ്ഞത് മുത്തശ്ശി വിരുന്നു പോയിരിക്കാന്നാണല്ലോ. ഉയരങ്ങൾ പറന്നാലും ചിറകുകൾ വാനി